ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. എല്ലാവരും ഓർക്കും എന്തിനാ യേശുവിൻ്റെ നാമത്തിൽ എത്ര മതമുണ്ട്, അതൊരു സുഖമുള്ള കാര്യമാണ്. ഈ മതം പറയുമല്ലേ എന്ന്. യേശു എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ആളല്ല കേട്ടോ. ബൈബിളിലെ ക്രിസ്ത്യൻ എന്നുള്ള വീട് പോലുമില്ല. യേശു എന്ന് പറഞ്ഞാൽ ലോകരക്ഷകനാ, ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാ. ദൈവം അയച്ചതാ. ദൈവം ആരാന്ന് വെളിപ്പെടുത്താൻ, ദൈവത്തിന്റെ സ്വഭാവം എന്താന്ന് പറയാൻ, ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി യേശുവിനെ വിട്ടതാണ്. അപ്പോൾ അതെല്ലാം സകല മനുഷ്യരും യേശുവിനെ ഒന്ന് പഠിച്ചെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഒരു ക്രിസ്ത്യാനി ആകേണ്ട, ഒരു മതവും മാറണ്ട. ആ ഫോണിലൊക്കെ ഒന്ന് ബൈബിള് ഡൗൺലോഡ് ചെയ്യുക. ഞാനിന്ന് വായിക്കണത് യേശയ്യ. എന്ത് രസമാണെന്നറിയാവോ? നിന്റെ സന്താനങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ പണിയും അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ അമ്മേ ആമയും പറഞ്ഞ് ഏറ്റെടുക്കും. പിന്നെ ആ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കും. അപ്പം നമ്മൾ ദൈവം പറയുവാണ്, ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ആമയും പറഞ്ഞ് ഏറ്റെടുത്ത് അത് തന്നെ സംഭവിക്കും കേട്ടോ. അത് ഒരു അച്ചട്ട ദൈവത്തിൻ്റെ വാമൊഴി മാറില്ല. അപ്പോൾ ഇന്നൊരു വചനം വായിക്കാവേ. യെശയ്യാ 50:4. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നാവ് തന്നേക്കണത് തളർന്നിരിക്കുന്നവനെ താങ്ങാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനൊക്കെയാണ്. ഈ നാവും കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ അല്ലേ? അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. നമ്മുടെ ചെവിയിലും ഇങ്ങനെ ദൈവം പറയുന്നുണ്ട്. എല്ലാവരിലും ദൈവാത്മാവുണ്ട്. പക്ഷെ ദൈവാത്മാവിനെ നമ്മുടെ മനുഷ്യാത്മാവ് ഞെക്കി പീച്ചി അവിടെ വെച്ചേക്കുക. ഞാൻ ഭരിക്കാം, ഞാനാണ് എല്ലാം നോക്കണത്. ദൈവം പറയണ പോലെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതാണ് ഞാൻ അതാണ് പ്രശ്നം. ദൈവത്തെ യോഹന്നാൻ 4:12 പറയാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഈ യേശു എന്ന് പറഞ്ഞ ദൈവത്തിനെ ആരാധിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടല്ലേ? നിങ്ങൾ യേശുവിനെ ഒരു ദൈവമായിട്ട് ആരാധിക്കാൻ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. ശിഷ്യരുടെ കാല് കഴുകി ചുംബിച്ചു. നമ്മളൊക്കെ ഇവിടെ നമ്മളങ്ങനെ ആയിരിക്കുമോ? ഒന്ന് ഓർത്തൊക്കെ. ഒറ്റി കൊടുക്കാനുള്ള യൂദയുടെ വരെ കാല് കഴുകി ചുംബിച്ചു. അത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളോ? അതൊരു മനുഷ്യനെ പെർഫെക്റ്റ് ക്യാരക്ടറാക്കി അവനെ നിഷ്കളങ്കനും വിശുദ്ധനുമാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ യേശുമ്പരാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ലോകത്തിന് വെളിച്ചമാകും, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അവർ ക്രിസ്തുയേശു ലോകപ്രശസ്തരാകും, നമ്മളും ക്രിസ്തുയേശു ലോകപ്രശസ്തരാകും. നിങ്ങൾക്ക് അതൊക്കെ വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ഓണറി ആയിട്ടിരുന്നാൽ മതിയോ? പോരല്ലോ. നമുക്ക് എല്ലാവർക്കും ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മുടെ കേരളം. അതൊരു അനുഗ്രഹിക്കപ്പെട്ട നാടല്ലേ? ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമ്മൾ ദൈവമക്കളാകട്ടെ എന്ന് സകലരും ദൈവത്തിനെ അറിയണം. ആ ദൈവം പറഞ്ഞേക്കണത് ചെയ്യാൻ സാധിക്കുമോ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, അല്ലാണ്ടൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2022 മധുരിക്കുന്ന വർഷമാകട്ടെ. ഓർമ്മകളൊക്കെ 2022 നിങ്ങൾക്ക് മധുരിക്കുന്ന വർഷം തട്ടെ. എന്നെ അതുപോലെ യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അതിമനോഹരമായ ചുരിദാറിൻ്റെ വീഡിയോ ഇത്രയും മടക്കി വെച്ചിട്ടുണ്ട്. ജോർജറ്റിലെ വർക്ക് കേട്ടോ, ബാത്തിക് പ്രിന്റ്, യോക്കില് പ്ലെയിൻ ഇട്ട് എംബ്രോയ്ഡറി, ഭയങ്കര വെറൈറ്റി ആട്ടോ. ഇത്രയും പ്ലെയിൻ ഇട്ടിട്ട് ബാത്തിക് പ്രിന്റ് ചെയ്തേക്കുവാണ്, പ്രിന്റ് അടിച്ചേക്കുവാണ്. ഒറിജിനൽ ക്രേപ്പ് ഷോളും ഉണ്ട്. ഒറിജിനൽ ക്രേപ്പ് ഷോള് എന്ത് രസമുള്ള കളേഴ്സാ അല്ലേ? വിലയും രസമുള്ളതാട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. 2190 ഉള്ളൂ. പക്ഷെ നല്ല സൂപ്പർ സാധന. ബോട്ടം സാൻഡോൺ ബോട്ടം. ലൈനിങ് ഉണ്ട് ചേച്ചി? ലൈനിങ് സഹിത കേട്ടോ, അതൊരു സൗകര്യ. ലൈനിങ് തേടി കിടക്കണ്ടല്ലോ. 2190. യെല്ലോ, നല്ല കളേഴ്സ്, നല്ല സെറ്റും ആട്ടോ. 2190. ഈ ഷോൾ ഇങ്ങനെ വെച്ചപ്പോൾ എന്ത് സുഖമാണോ? നല്ല ചൂടല്ലേ? അപ്പം നല്ല കൂളിങ്. ഈ സാൻഡോൺ ലൈനിങ് കൊടുത്തേക്കണേ. ഈ സാൻഡോൺ ലൈനിങ് ഇട്ടാൽ AC ഇരിക്കണ പോലെ ആട്ടോ, സൂപ്പറാ. 2190. എന്ത് രസമുള്ള കളേഴ്സാ അല്ലേ? ഇതൊക്കെ സാമ്പിള് വന്നതാട്ടോ, ഒത്തിരി എടുത്തിട്ടില്ലേ. ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒത്തിരി എടുക്കാം. ഒത്തിരി എടുത്താൽ ചിലപ്പോൾ നിങ്ങൾ എടുത്തില്ലല്ലോ, പക്ഷെ ഇത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര രസം അല്ലേ?
പീച്ച്. $2190. നല്ല സെറ്റാ. തിരുവനന്തപുരം ബുക്ക് ചെയ്തോ. ഇനി ഒരു സോഫ്റ്റ് സിൽക്ക് യോക്കിൽ ഇങ്ങനെ വർക്ക്, നല്ല ബ്ലോക്ക് പ്രിന്റാ, ബാക്കി വർക്കില്ലേ, ബോട്ടം പ്ലെയിൻ കോട്ടൺ സിൽക്ക്, ഷോളും സോഫ്റ്റ് സിൽക്ക്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല അല്ലേ. 1299, 1299. നല്ലതാ. വെറൈറ്റി വേണ്ടേ? ഞാൻ വെറൈറ്റി നോക്കി, എംബ്രോയ്ഡറി ഒന്നും എടുത്തിട്ടില്ല. എന്തോരം കഷ്ടപ്പാടാന്ന് പറഞ്ഞ വെറൈറ്റി അല്ല, കഷ്ടപ്പാട് എനിക്കത് അനുഗ്രഹം കേട്ടോ. അപ്പോൾ പുതിയ മോഡൽ നോക്കി എടുത്തേക്കണതാ കേട്ടോ. എംബ്രോയ്ഡറി എന്നൊക്കെ മാറി ഇങ്ങനെ പ്രിന്റഡ് ആൾക്കാർ കൊണ്ടുവരാൻ പറഞ്ഞു, അതുപോലെ എടുത്തിട്ടുണ്ട്. യോക്കി മാത്രമാണ്, ഷോൾഡർ അരികത്തുകൊണ്ട് ബ്ലാക്കും ഓറഞ്ചും നല്ല കളേഴ്സ്. ഷോൾഡർ അരിവും ഇങ്ങനെയാട്ടോ. 1299 ഉള്ളൂ. നല്ല മെറ്റീരിയൽ, നല്ല പ്രിന്റ്, സോഫ്റ്റ് സിൽക്കിലാട്ടോ. 1299. ബോട്ട ഇത് സിഗരറ്റ് വാൻഡ് അടിച്ചാൽ അതെയാ. അല്ല, അത് കാണിച്ചു തന്നെയല്ലേ. ഇച്ചിരി വ്യത്യാസമുണ്ട്. 1299. എല്ലാത്തിൻ്റെയും ബോട്ടം ബ്ലാക്കാണ്. ഇപ്പം ചുരി ബോട്ടം ഉള്ളവരൊക്കെ പെൻസിൽ പാൻറ് അടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്കൊരു പ്രിന്റഡ് ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനത്തേലേക്ക് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണ്ടേ കുറച്ച് നാളത്തേക്ക്. ഓവറോൾ വർക്കും ഇതൊക്കെ ആയിരിക്കും ട്രെൻഡ്. 1299. ഇനി ഒരു സോഫ്റ്റ് സിൽക്കില് ഡബിൾ ഷെയ്ഡ് തന്നെ. ചെല്ലല്ലോ, നല്ല രസയില്ലേ. അതിന്റെ ഷോൾ എന്ത് ഭംഗിയാ. ഷോള് കണ്ടോ, അടിപൊളി ഷോള്. ഇത് കണ്ടോ, ഷോളിന്റെ ഇവിടെയൊക്കെ എന്ത് വർക്കാ. ഇത് നല്ല രസം. റേറ്റ് എത്രയാ? 1299 ആട്ടോ ഇതിനും. നല്ലതാ. ഈ ഷോളിന്റെ ഈ താഴത്തെ ഈ കളറാട്ടോ ബോട്ടം. 1299 ഉള്ളൂ. അടിപൊളി ഷോള് കണ്ടോ. ടോപ്പും ഭയങ്കര രസമല്ല, ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വന്നപ്പോൾ. നല്ല ഫങ്ഷൻ വെയറോ കാഷ്വൽ വെയറോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല തലയുപത്തി. ഇതിങ്ങനെ താഴെ വെച്ച് തയ്ക്കാട്ടോ വേണമെങ്കിൽ. ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഇത് ഇങ്ങനെ തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കാണിക്കാം. കേട്ടോ, നല്ല രസമില്ലേ ഷോളിങ്ങനെ. ഷോളിൻ്റെ ഏത് സൈഡ് വേണം, ഇങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല ഇങ്ങനെ കോൺട്രാസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇടാം. എങ്ങനെ വേണേലും ഇട്ടോ. 1299 ഉള്ളൂ കേട്ടോ. അടിപൊളി കളേഴ്സ് ആട്ടോ, നല്ല പേസ്റ്റൽ കളേഴ്സ്. ഇത് ഗ്രാൻഡ് കളേഴ്സാ അല്ലേ. അടിപൊളി ഷോള്. ഭയങ്കര ചൂടാല്ലേ നിങ്ങൾക്കൊക്കെ? അവിടെ ചൂടൊക്കെയാണോ? ഇവിടെയൊക്കെ എന്ത് ചൂടാ, ഫുൾ ടൈം എ സിയിലാണ്. എ സിയിൽ ഇരിക്കുമ്പോഴും പ്രശ്നമാണ്, ചൂട് വരുമ്പോഴും പ്രശ്നമാണ്. ഇതിലും ഭേദം മഴയായിരുന്നു. മഴയത്തും തണുപ്പിൻ്റെ പ്രശ്നം ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാകണേ. എന്ത് കാണിച്ചാലും യേശുബ്രൻ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരും എന്നൊക്കെ വാഗ്ദത്വം ഉണ്ടല്ലോ. ആരോഗ്യമൊക്കെ പുതുക്കി വരും. നമ്മളിങ്ങനെ അത് പ്രശ്നം ഇത് പ്രശ്നം എനിക്ക് എന്നുള്ളതുള്ള നല്ല കളറല്ലേ അങ്ങനെ പറയണം കേട്ടോ. നമ്മളിങ്ങനെ അത് പറ്റില്ല ഇത് പറ്റില്ല, ചൂട് ഭയങ്കര ഇങ്ങനെയൊന്നും പറഞ്ഞല്ല. നമുക്ക് ചൂടുണ്ടെങ്കിൽ നമുക്ക് എ സി ദൈവം തന്നിട്ടില്ലേ, ഫാൻ തന്നിട്ടില്ലേ. അപ്പം ദൈവം തന്നതിന് നന്ദി പറയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനാട്ടോ കുറ്റം പറഞ്ഞ, സോറി പറയണ്ട. ഇത് ഭംഗിയല്ലേ. 1299. വെള്ളേ കുറേ സെറ്റ് ഉണ്ട് വെറൈറ്റി.
എന്നും കാണിക്കുമ്പോൾ വെറൈറ്റി അല്ലേ കാണിക്കണേ. 1299 ഉള്ളു താനും. അടിപൊളി സെറ്റുകളുമാണ്. എൻ്റെ പിതാവ്, നിങ്ങൾക്കൊക്കെ അവിടെ കൊറോണയുടെ ശല്യം ഉണ്ടോ? യേശുവിൻ്റെ കൃപ ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ. എപ്പോഴും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ കൊറോണ കത്തിക്കരിഞ്ഞു പോട്ടെ എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. യേശുബ്രാൻ എൻ്റെ കർത്താവ് സങ്കേതവും കോട്ടയുമാണ്. ഒരു ദോഷം എനിക്ക് സംഭവിക്കില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിന് സമീപിക്കില്ല. ആമേ. ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജീവിക്കണേ. ഇപ്പം ദൈവത്തിനെ വിളിക്കാണ്ട് എങ്ങനെ ജീവിക്കണം അല്ലേ? പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങണം. അപ്പം ദൈവത്തിനെ വിളിക്കുക. അപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല. ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ, ലൈറ്റ് ബ്ലൂ. എല്ലാവരും എപ്പോഴും പറയും ഞാൻ എന്ത് കളർ പറയുമ്പോഴും തെറ്റിക്കാൻ. എന്നാൽ അവർ കളർ പറഞ്ഞാറുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ പറയും ഒരു മിണ്ടില്ല. ഈ വെട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പേ എനിക്കൊരു കൺഫ്യൂഷൻ വരും. ഡാർക്ക് ലൈറ്റ്. സവോളയുടെ കളറും പിങ്കും. എനിക്കിങ്ങനെ ഇടുന്നേക്കാളും ഇഷ്ടം ഈ വശം ഷോൾ ഇടുന്നതാണ്. ഇങ്ങനെ ഷോൾ ഇടുന്ന ഇഷ്ടം. ഈ കളർ ഇവിടെ വന്നെയാട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ ഷോൾ വരുമ്പോൾ അല്ലേ ഭംഗി കൂടുതൽ. ഇതാണ് അതിൻ്റെ ഭംഗി എൻ്റെ നോട്ടത്തിൽ. അതെ, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂട്യൂബിൽ നിങ്ങൾ ഷെയർ ചെയ്യണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ എന്നും പറഞ്ഞേക്കാം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. യേശുബ്രാൻ നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലൂ, ആഷ് കൂടിയ ബ്ലൂ, അതിൻ്റെ ലൈറ്റ് ബ്ലൂ. ദേ 1299. ഇനി ഒരു കോട്ടൺ ആണ്. ബ്രഷ് പെയിന്റിങ്. എന്താ ബ്രഷ് പെയിന്റിങ് എന്ന് ഓർത്തോണ്ടിരിക്കുക അല്ലേ? ഇതേ കേട്ടോ, ബ്രഷ് പെയിന്റിങ് ഒരു വശത്ത് മോഡേൺ ആട്ടോ. ബാക്കിൽ ഒരു പൂവുണ്ട്. ആ താഴെയുണ്ട് കേട്ടോ, കണ്ടോ? ഈ ചൂടത്ത് വൈറ്റ് നല്ലതാണ്. ക്രേപ്പിന്റെ ഷോളാ. ഷോള് ഫുൾ വർക്കും. അതിലും ബ്രഷ് പെയിന്റിങ് ഉണ്ട്, കണ്ടോ? അടിപൊളി ഷോളല്ലേ? അടിപൊളി ഷോളുവാ. റേറ്റ് എത്രയാ? വലിയ റേറ്റ് ഒന്നുമില്ല. 1390. നല്ല ഭംഗിയില്ലേ? ലോങ് ആയിട്ട് തയ്ച്ച സിഗരറ്റ് പാൻറ്റും ഒന്ന് ഇട്ടാൽ മതി. 1390. എന്ത് രസമല്ലേ ഈ വൈറ്റ് ഇട്ട് എന്ത് ചെയ്താലും. എന്ത് ഭംഗിയല്ലേ ഗ്രീനൊക്കെ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അല്ലേ? ഇത് നല്ല രസമല്ലേ? അടിപൊളി സെറ്റ്. 1390 ഉള്ളേ. 1399. അറിയാണ്ട് തെറ്റിപ്പോഴേ. 1399 ഷോള് ബോട്ടം. 1399. വൈകിട്ട് 7 മണിക്ക് കഴിയുന്നത്ര ഇടുന്നുണ്ട്. ചില ദിവസമൊക്കെ പോസ്റ്റ് ചെയ്യണ കൊച്ചു ഏരിയയിലൊക്കെ സർക്കിട്ട് പോകുമ്പോഴാണ് പ്രശ്നം പറ്റണേ. അന്നന്ന് വീഡിയോ നേരത്തെ പിടിച്ചു വയ്ക്കാനൊന്നും പറ്റണില്ല. മൊത്തം തിരക്കായിരുന്നു. ഇനിയിപ്പോൾ ഓഫ് സീസൺ വരുമല്ലേ, അന്നേരം ഓഫ് സീസൺ നമുക്കില്ല കേട്ടോ. ദൈവമക്കൾക്ക് ഓഫ് സീസൺ ഇല്ല. എന്നും നല്ല കാലമാണ്. അപ്പോൾ എല്ലായിടത്തും ബ്യൂട്ടി പാർലറും ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെയൊക്കെ എൻ്റെ പിരിയം ത്രെഡ് ചെയ്തിട്ട് ബ്യൂട്ടി പാർലർ കണ്ടിട്ട് ഇങ്ങനെ കാലങ്ങളായി ഞാൻ. 1399 ബ്ലൂ ബോട്ടം. ഇനി അടിപൊളി ജോർജറ്റിലെ ലക്നോവി. ഇത് ലൈനിങ് അല്ലേ ചേച്ചി? അല്ലേ? അല്ല അല്ലേ? ജോർജറ്റ് ലക്നോവി വർക്കും ഷോളും ബോട്ടും. ബോട്ടം കണ്ട വർക്ക്. റേറ്റ് എത്രയാ? ഓ, ഈ തവണ എല്ലാം 1299 അല്ലെങ്കിൽ 1399. ഇത് 1399 ആട്ടോ. നല്ല സെറ്റാണ്. ബോട്ട് ചെയ്ത് 1399. എല്ലാം കുറവശേ ഉള്ളൂ. എല്ലാം സാമ്പിള് എടുത്തിട്ടുള്ളൂ കുറവശേ. 1399. നല്ല കളേഴ്സ് അല്ലേ? ജോർജറ്റ് ആകുമ്പോൾ ചേർന്ന് കിടക്കും.
സൂപ്പറാണ്. ബോട്ടെ 1399. ഇതുണ്ടോ, നല്ല രസമില്ലേ? എന്ത് കളർ പറയാൻ മറന്നുപോയി. കളർ പറയാണ്ട് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ ചേച്ചി പറയാം കളർ പറയാം. ബ്ലൂ, റോയൽ ബ്ലൂ. 1399. അതൊരു റോയൽ ബ്ലൂ ആട്ടെ. നല്ല കോട്ടണല്ലേ, എന്ത് സൂപ്പർ കോട്ടണൊക്കെ വന്നേക്കണെന്നറിയാം. യോക്ക് കാണിക്കാം. ഇത് താഴെ വേണമെങ്കിൽ വരുത്താം, യോക്കി വേണമെങ്കിൽ വരുത്താം കേട്ടോ. ഇത് ഗ്രാൻഡ് അല്ലേ. ബോട്ടം നോക്കിക്കേ, പ്രിന്റഡ് ബോട്ടം, ഒറിജിനൽ ക്രേപ്പ് ഷോള്. ഒറിജിനൽ ക്രേപ്പ് ഷോള് എന്ത് ഭംഗിയല്ലേ. എത്ര റേറ്റ്? 1299 ഉള്ളേ. 1299. പ്യുവർ കോട്ടൺ ജക്കാർഡ് വർക്കും ഉണ്ട്. ഇത് നോക്ക്, നല്ല ഇത് കണ്ടല്ലോ അല്ലേ. ഷോളും കണ്ടല്ലോ, ഒറിജിനൽ ക്രേപ്പ് ഷോളും. 1299 ഉള്ളേ. ലൈനിങ് ഇട്ടില്ലേലും കുഴപ്പമില്ല. ലൈനിങ് ഇടാത്തവർക്ക് കട്ടിയൊക്കെ ഉണ്ട്. ചിലർക്ക് ലൈനിങ് ഇടാത്ത ഡ്രസ്സ് ഇഷ്ടമുള്ളവരില്ലേ. 1299 ഉള്ളൂ. തെരുവെന്ന് എടുത്തു. ബോട്ടം തന്നെ എന്ത് രസമല്ലേ, നല്ല പ്രിന്റഡ് കോട്ടൺ ബോട്ടം. 1299. ആ പിള്ളേരോട് ഇവിടെ ആരോടെ ഇല്ലേ, ഇതിൻ്റെ ഷോള് കണ്ടുപിടിച്ചു. വേറെ ഒരു സെറ്റ് എടുത്ത് എൻ്റെ കളർ കാണിച്ചു കൊടുത്തേക്കാം. എൻ്റെ ഷോളിൽ അതല്ല, ആ പെട്ടിയുടെ അതുപോലെ ആയിരിക്കും. 1299. ഒരു സെറ്റിലെടുത്തപ്പോൾ ഷോൾ അതിലില്ല. അതാണ് വർത്താനം പറഞ്ഞത്. ഇന്നലെ കെട്ട് പൊട്ടിച്ചോളൂ. പെട്ടെന്ന് ഇറക്കി വെച്ച് അന്നൊന്ന് വീഡിയോ എടുക്കണമായിരുന്നേ, തിരക്കാം. ഇതിൻ്റെ ബ്ലൂ, റോയൽ ബ്ലൂ, നേവി ബ്ലൂ എല്ലാം അങ്ങനെയാ. ഡാർക്കും അതിനോടൊരു മോച്ചായുള്ള കളറുമാണ്. ദേ മുന്തിരി കളറും. ഇത് 1299. 1299 ബോട്ട. ഇത് ഇനി ജോർജറ്റിൻ്റെ ഒരു ഷോളോ അല്ലേ. സെറ്റ് കാണിക്കാൻ ഷോള ഏകദേശമൊക്കെ പറയാം. ആ ബോട്ടം കാണിച്ചു ചേച്ചി. ഇതിൻ്റെ ആട്ടോ ഷോള് എടുത്തു വെച്ചപ്പോ കെട്ടിലെവിടെയാ ബോട്ട. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഈ മെറൂണും ഡബിൾ ഷെയ്ഡ് ആട്ടോ. ഷോള് ക്രേപ്പിൻ്റെ ആട്ടോ. 1299. ഇനി ജോർജറ്റ് വിത്ത് ലൈനിങ്. വിത്ത് ലൈനിങ് 1099. ഡാർക്ക് കളേഴ്സ്, മുന്തിരി കളർ, ലക്നോവി വർക്കുള്ള ജോർജറ്റ്. 1099. എൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ലേ. 1099. ബോട്ടിൽ ഗ്രീൻ എല്ലാവരുടെയും ജോർജറ്റിലെ ഫേവറേറ്റ് കളേഴ്സ് അല്ലേ. 4 കളറും ഫേവറേറ്റ് കളറാണ്. ഇത് ഷോള് നോക്കിക്കോ, ഒരു സ്ട്രൈസിൻ്റെ ഷോള് നല്ല രസമില്ലേ. 1099. മുന്തിരി കളർ അല്ല, ബോട്ടിൽ ഗ്രീൻ. മെറൂൺ ഷോളിങ്ങനെ. പിന്നെ ബോട്ടമൊക്കെ സെയിം ടോൺ ടു ടോൺ ആട്ടോ. ഇനി റോയൽ ബ്ലൂ. എൻ്റെ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ആണ്. എനിക്ക് ഡാർക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കളറും ഇഷ്ടമാണ് കേട്ടോ. പേസ്റ്റ് കളറൊക്കെ ഇഷ്ടം. നല്ലതല്ലേ. ഇനി ഒരു ഗ്രീൻ സിൽക്കിൻ്റെ നല്ലൊരു സെറ്റ് കേട്ടോ. സെമി ഗ്രീൻ സിൽക്ക് ആയിരിക്കും. ഒറിജിനൽ ഗ്രീൻ സിൽക്ക് നല്ല വിലയാവുമല്ലോ. ഇത് കണ്ടോ, ജോർജറ്റാന്ന് തോന്നുന്നു. ഗ്രീൻ സിൽക്ക് മെറ്റീരിയലല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ചേർന്നിരിക്കുവേ. എത്ര വെച്ച് റേറ്റ്? ഇതധികം ഒന്നുമില്ല കേട്ടോ, മൊത്തം അടിയാവും. 699. ബോട്ടം കോട്ടൺ ബോട്ടം.
699. ഷോൾ ഇതേ ഫുള്ള് ഇങ്ങനെ വർക്ക്. ഇല്ല ചേച്ചി 607. ആ സെറ്റിങ് എടുത്തോണ്ട് കാണിക്കാം. പച്ചയും മുറിവും കോൺട്രാസ്റ്റ് ആട്ടോ. 699 ഉള്ളൂ. നല്ല സെറ്റാ. സോഫ്റ്റാ. ഗ്രീൻ സിൽക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് അവസാനം കാണിക്കാം. ബ്ലൂവില് മജന്ത. ഷോളും ബോട്ടവും ഈ എംബ്രോയിഡറിയുടെ കളർ. 699 രൂപയുള്ളൂ. നല്ല ഷോളും ഒക്കെ ആട്ടോ. കോട്ടൺ ബോട്ട. പീച്ച്. സമയത്ത് നോക്കി. ബോട്ട ഇത് 23. ഓ യേശു സ്തോത്രം. ഞാൻ സ്പീഡിൽ പോവായിരുന്നു. 699 ഉള്ളേ. വർത്താനമൊന്നും പറഞ്ഞില്ലല്ലോ. വർത്താനം പറയാണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറയും എന്തിയെ പറയാത്തേന്ന് ചോദിക്കും. ഇവിടെ ഉള്ളവർ പറയും പെട്ടെന്ന് കാണിക്കുക, സെറ്റ് എന്നിട്ട് പകുതി കാണിക്കുകയുള്ളൂ, സെറ്റ് കാണിക്കട്ടെ എന്ന് ചോദിക്കും. ആകെ പ്രശ്നമാണ്, ചിരിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, റീസ്റ്റോക്ക് ആട്ടോ. അന്ന് കൊണ്ടുവന്നിട്ട് തികഞ്ഞേയില്ല. ഇത് 2 ടോപ്പ് അടിക്കാട്ടോ. ലൈനിങ്ങും വേണ്ടേ. അടിപൊളി സൂപ്പർ സംഭവം. നല്ല പ്യുവർ കോട്ടൺ. ഷോള് ദേ സോഫ്റ്റ് ക്രേപ്പിന്റെ ഷോളാന്ന് തോന്നുന്നു. കോട്ടൺ ഷോളാണോ എന്നാണോ ഇത്? 699 ഉള്ളൂ അല്ലേ ജി? 699 ഉള്ളേ. നല്ല സെറ്റാട്ടോ. ഇതേണ്ടോ കോളർ വെച്ച് ഇതടിക്കണം. ഇത് കഴുത്ത് കഴുത്ത് 2 കോളർ വെച്ചടിച്ചു. ഏതെങ്കിലും ഒരു കളർ ബോട്ടോക്കെ, ബേജ് കളർ ബോട്ടോക്കെ എല്ലാവരുടെയും കഴിഞ്ഞില്ലേ, അത് ഇട്ടാൽ മതി. 699 രൂപയ്ക്ക് ഈ തുണി കിട്ടില്ലേ. 2 ഒരേ നീളം. ടോപ്പിനും ബോട്ടത്തിനും ഒരേ നീളം. ഷോളും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് 699 രൂപയല്ലേ ഉള്ളൂ. ഇതേണ്ടോ, ഇത് കോട്ടൺ ഒന്നുമില്ല, കനം ഒന്നുമില്ല. എന്ത് സ്റ്റഫാണോ ആർക്കറിയാം. ഇതേ നല്ല രസമുണ്ട് കേട്ടോ. 699 രൂപയേ ഉള്ളൂ. ലൈലാക്ക് ബോട്ടത്തിൻ്റെ തുണി. സൂപ്പറാ. ലൈനിങ്ങും വേണ്ട, 2 ടോപ്പ് മേടിക്കാം. കോളറുള്ളതിന് ഷോൾ ഇടണ്ട, അല്ലാത്തതിന് ഷോൾ ഇട്ടാൽ മതി. പെൻസിൽ പാൻറ് ഒരെണ്ണം, അടിപൊളി ഒരു പെൻസിൽ പാൻറ് ഒന്ന് ഇട്ടാൽ മതി. നല്ല ഗ്രീനില്ലേ. എല്ലാ കളറും നല്ല കേട്ടോ. ഞാൻ നല്ല ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് ഗ്രീനാണെന്നുള്ളൂ. ഇനി എല്ലാവരും കൂടെ ഗ്രീൻ ചോദിക്കേണ്ട. അവനോന് ഇഷ്ടപ്പെട്ടത് 2-3 കളർ ഇടാം. അപ്പോൾ ഏതെങ്കിലും കിട്ടുവേ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഷോള്. ഇത് ഞാൻ ഡാർക്ക് ദേ ഗ്രീനിലേക്ക് നോക്കണേ. 699. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. പണ്ട് കഴിഞ്ഞ വർഷം കറ്റാർ വാഴപ്പോളെ ഉരുളൻകിഴങ്ങ് കൂടെ അരച്ച് മുഖത്ത് വെച്ച് MRI സ്കാൻ ചെയ്താ ഇവിടെ നീർക്കെട്ട് കയറി. അപ്പോൾ ഈ തവണ ഓർത്തു ഇപ്പോൾ ഭയങ്കര വേലല്ലേ, മുഖത്ത് വെച്ചിട്ട് ഉടനെ കഴിക്കളയാന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തേ. ദൈവമേ, കഴിഞ്ഞ ദിവസം 2 ദിവസം അടുപ്പിച്ചിട്ടു. മുഖം മൊത്തം എന്തൊക്കെയോ പ്രശ്നം. വല്ല കാര്യമുണ്ടോ? യേശുവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന സൗന്ദര്യം ഉണ്ടാവൂല. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. അതായിരിക്കും കാരണം എന്ന് വിശ്വസിക്കണം. ഭയങ്കര രസമുള്ള ഖാദിക്കോട്ടൻ പോലെ അല്ലേ. ഖാദിക്കോട്ടൻ നല്ല രസമില്ലേ. 699. ഇങ്ങനെ നമുക്ക് ടോപ്പും ബോട്ടോ ഷോളൂടെ റണ്ണിങ്ങിലൊക്കെ ഭയങ്കര പാടാ സെറ്റ് ചെയ്യാൻ. എന്ത് ഭംഗിയാ. ഇപ്പൊ കോട്ടൺ തുണിക്ക് ഭയങ്കര വിലയാ. നല്ല ഞാൻ കഷ്ടപ്പെടുക. എല്ലാം എടുത്താൽ ഭയങ്കര വില. സെമി സിൽക്കിനേക്കാളൊക്കെ നല്ല വില. കോട്ടൺ റണ്ണിങ്ങിൽ എടുക്കുമ്പോൾ എന്ത് വിലയാണോ. 699 നല്ല കോട്ടൺ. ഇനി കാണിക്കുന്നതും അടിപൊളി ഒരു സെറ്റ്. കോട്ട ഓവറോൾ വർക്ക് വിത്ത് ലൈനിങ്, സിൽക്കി കോട്ടയുടെ ഷോള്. 950 ഉള്ളേ. ഇത് കണ്ടോ എന്ത് ഭംഗിയല്ലേ. ലൈനിങ്ങും ബോട്ടം ഉണ്ട്. കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ. അതൊക്കെ ഞാൻ അവസാനം ഇതൊക്കെ കണ്ട് കഷ്ടം പറഞ്ഞാൽ മതി.
അവർ ഞാനിത് എടുക്കുമെന്ന് ഓർത്തില്ല. ഇത്രയും വിലയല്ലേ ഉള്ളൂ. എനിക്കൊന്നാതെ സിൽക്കി കോട്ടയുടെ ഹരമുള്ള ആളാണ്. ദേ എന്ത് രസമുള്ള കളറാ അല്ലേ. 699. ആ ഷോളിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുമുണ്ട്. വർക്ക് കണ്ടല്ലോ അല്ലേ. ഷോളിൻ്റെ 4 വശം ഇങ്ങനെയുണ്ട്. സൂപ്പർ സിൽക്കി കോട്ട റോയൽ ബ്ലൂ. എന്ത് ഭംഗിയല്ലേ. വെറും 699 രൂപയോ. അയ്യോ 950. അയ്യോ തൊട്ട് മുമ്പ് പറഞ്ഞ സെറ്റിൻ്റെ വില പറഞ്ഞതാട്ടോ. കർത്താവീശോയെ 950 ആട്ടോ. മജന്ത എന്ന് പറഞ്ഞാൽ റാണി പിങ്ക് കൂടെ കൂടിയ ഒരു കളറല്ലേ. തനി മജന്ത അല്ല. ലൈനിങ്ങും ബോട്ടോ ഒക്കെ നല്ല മെറ്റീരിയലും ആണ്. എല്ലാം ഉണ്ട്. 950 ഉള്ളേ. കുറച്ചുള്ളൂ. തരൂന്ന് എടുത്തോ. ഭയങ്കര രസം കാണാൻ. ഓവറോൾ കോട്ടയിൽ വർക്ക് ചെയ്യും. ബാക്കി പ്ലെയിൻ ആട്ടോ. ഇതൊക്കെ ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഫാഷനും ഔട്ടാവൂലേ. ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. ഒന്നും അന്വേഷിക്കണ്ട. ഇങ്ങനെ എല്ലാ സെറ്റും തന്നെങ്കിൽ ലൈനിങ് സഹിതം. ലൈനിങ് അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഓ എനിക്കാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. റണ്ണിങ് ഉള്ളപ്പേ കഷ്ടപ്പാടല്ല കേട്ടോ. എല്ലാ അനുഗ്രഹ. അതിൻ്റെയൊക്കെ കറക്റ്റ് ലൈനിങ് അന്വേഷിച്ചുകൊണ്ട് നടക്കൽ നല്ല പാടാ. എല്ലാം നമ്മൾ പാടെന്ന് പറയും. അങ്ങനെ പറയരുത്. എൻ്റെ അപ്പ യേശുമ്പരാൻ നിങ്ങളെയൊക്കെ തന്നെ തന്നെ ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടു കൂടി പോറ്റണില്ലേ. എല്ലാ അനുഗ്രഹം. ഒന്നിനെ മോശമായി പറയാൻ പാടില്ല. നാവ് തന്നിരിക്കണേ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും താഴ്ന്നിരിക്കുന്നവനെ താങ്ങാനാന്നല്ലേ ഇന്ന് വചനം പറഞ്ഞേ. പീച്ച് യേശുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജനം എല്ലാം കയറി ഞങ്ങളെ സഹായിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനിയാന്ന് ഓർക്കരുത് കേട്ടോ. ക്രിസ്ത്യൻസിനേക്കാളും കൂടുതൽ വന്നത് എല്ലാവരും ഉണ്ട്. അതാണ് യേശുമ്പരാൻ എല്ലാവരുടെയും ആളല്ലേ. ജാതി നോക്കാണ്ട്. എന്ത് ഭംഗിയല്ലേ. ഇതേ കണ്ടോ. അടിപൊളി. നല്ല രസമില്ലേ. ഇത് കണ്ടോ. നല്ല ഡാർക്ക് പീച്ച്. ചാമ്പങ്ങയുടെ ഡാർക്ക്. ബോട്ടോ ലൈൻ 950 ഉള്ളേ. ഇനി ആ ഷോള് പോയതൊന്നുകൂടെ കാണിച്ചേക്കാം. ഷോള് തപ്പിയെടുത്തു. ടോപ്പ് ഇത് 1299 അല്ലേ. ആ ഷോള് ഭയങ്കര രസമാണ്. ഷോള് കണ്ടില്ലെങ്കിൽ എന്നാ നഷ്ടമായി പോകില്ലായിരുന്നു അല്ലേ. 1299. ബോട്ടം കാണിച്ചാൽ. അപ്പോൾ യേശുമ്പരാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.